ശരിക്കും നമ്മൾ തുടരുമെന്ന് പറഞ്ഞ സിനിമയുമായിട്ട് ഇവിടെ ഗോവയിൽ ശരിക്കും ഇന്ത്യൻ പനോരമയിലൊക്കെ സെലക്ട് ചെയ്തിട്ട് വരുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തുടരും സിനിമ വളരെ വലിയ വിജയമാക്കിയ മലയാളി പ്രേക്ഷകരും ഇന്ത്യയിലെ പ്രേക്ഷകരും എല്ലാവരും ഒന്നിച്ച് വലിയ വിജയമാക്കിയൊരു സിനിമയാണ്. അത്തരം ഒരു സിനിമയ്ക്ക് അതുകൂടാതെ ഇന്ത്യൻ പനോരമയിലേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഒരു ലെവലിലേക്കൂടെ ഒരു വലിയ ലെവലിലേക്കും മാറിയ ഒരു കാര്യമാണ് ഇന്ത്യൻ പനോരമ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മൾ വരുമ്പോഴും അതുപോലെ നമ്മളെ സ്വീകരിക്കുമ്പോഴും ഈ പറയുന്ന നമ്മുടെ ഈ ഫെസ്റ്റിവൽ കോംപ്ലക്സിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരു ഇത്രയും വർഷം ഞാനൊരു 35 വർഷമായി സിനിമ എടുത്തിട്ടുണ്ട്. എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പനോരമയ്ക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സന്തോഷകരമായൊരു ദിവസങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷമാണ്. പിന്നെ ഇന്ത്യൻ സിനിമയുടെ ഒരുപാട് വലിയ വലിയ ആളുകളെ ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ഡെലിഗേറ്റ്സിനെ ഒരുപാട് പേരെ കണ്ടു. എല്ലാ തരത്തിലും ഒരു വലിയ വിജയമായി ഈ പറയുന്ന ഇവിടുത്തെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പങ്കാളിയാകാനും അതിൽ ഒരു സിനിമ നമ്മുടേത് കാണിക്കുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രയോ വലിയ കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ ഒരു ഫെസ്റ്റിവലായിട്ട് മാറി. ഇത് ഇനിയും ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ഫെസ്റ്റിവൽ വരാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷം.